വി.ഡി. സതീശനെതിരെ നിലമ്പൂർ എം.എൽ.എ. നിയമസഭയിൽ ഉന്നയിച്ച അഴിമതി ആരോപണം വീണ്ടും ചർച്ചയാവുകയാണ്. സിൽവർ ലൈൻ പദ്ധതി തടസ്സപ്പെടുത്തുന്നതിന് വേണ്ടി കർണാടകയിലെയും ഹൈദരാബാദിലെയും കമ്പനികളിൽ നിന്ന് 3 ഘട്ടമായി 150 കോടി രൂപ സതീശൻ കൈപ്പറ്റിയെന്നാണ് ആരോപണം. അല്ലെങ്കിൽ കോഴ വാങ്ങിയെന്നായിരുന്നു പ്രതിപക്ഷ നേതാവിനെതിരെ ഉയർന്നുകേട്ട ആരോപണം. ഈ പണം ചാവക്കാട്ടേക്ക് 3 കണ്ടെയ്നർ ലോറികളിലായി എത്തിച്ചുവെന്നാണ് പി.വി. അൻവർ എം.എൽ.എ. നിയമസഭയിൽ ആരോപിച്ചത്. പി.വി. അൻവർ ആരോപിച്ച ഈ ചോദ്യം ഉൾപ്പെടെ വിവരാവകാശ നിയമപ്രകാരം വാങ്ങിയ ശേഷമാണ് സംഭവത്തിൽ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വിജിലൻസ് കോടതിയിൽ ഹർജി സമർപ്പിച്ചിരിക്കുന്നത്. എന്നാൽ ഈ വിഷയത്തിൽ ചോദ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ അതിൽ നിന്നെല്ലാം തന്നെ ഒളിച്ചോടുകയായിരുന്നു വി.ഡി. സതീശൻ ചെയ്തത്. വ്യക്തമായൊരു മറുപടി പറയാൻ ഇതുവരെ വി.ഡി. സതീശൻ തയ്യാറായിട്ടില്ല. കഴിഞ്ഞ ദിവസം ഈ വിഷയം ഇ.പി. ജയരാജനും ഉന്നയിച്ചിരുന്നതാണ്. വി.ഡി. സതീശൻ 150 കോടി രൂപ കൈപ്പറ്റിയതായും അത് 2 കോർപ്പറേറ്റ് കമ്പനികൾക്ക് നൽകിയെന്നും ബാക്കി വി.ഡി. സതീശൻ കൊണ്ടുപോയി എന്നുമായിരുന്നു ഇ.പി. ജയരാജന്റെ ആരോപണം. ഇപ്പോഴാകട്ടെ കേരള നിയമസഭയിൽ ഉയർന്നു വന്നൊരു വിഷയമുണ്ട്. കേരള നിയമസഭയിൽ ഉയർന്നു വന്ന വിഷയം 150 കോടി രൂപ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കാലത്ത് മത്സ്യം കൊണ്ടുവരുന്ന വലിയ പെട്ടിയിൽ 150 കോടി രൂപ കൊണ്ടുവന്ന് വി.ഡി. സതീശനെ ഏൽപ്പിച്ചു എന്നുള്ളതാണ്. അതിൽ 5-10 കോടി രൂപ ഇവിടുത്തെ ഏതെല്ലോ കോൺഗ്രസ് കമ്മിറ്റികൾക്ക് കൊടുത്തു. ബാക്കി പണം വി.ഡി. സതീശൻ കൊണ്ടുപോയി എന്നുള്ള ആക്ഷേപം ഉയർന്നു വന്നു. കേരള നിയമസഭയിൽ എം.എൽ.എ. തന്നെ, നിലമ്പൂർ എം.എൽ.എ. തന്നെ ഈ കാര്യം നിയമസഭയിൽ വ്യക്തമാക്കി. പക്ഷേ നിയമസഭയിൽ ഉണ്ടായിരുന്ന വി.ഡി. സതീശന് ഒരക്ഷരം പറയാൻ കഴിഞ്ഞില്ല. പുറത്തു പറഞ്ഞു, ഒരു നടപടികൾ സ്വീകരിക്കാൻ വി.ഡി. സതീശന് കഴിഞ്ഞില്ല. ഇവിടെ ആ 2 പ്രശ്നങ്ങൾ മാത്രമല്ല, വി.ഡി. സതീശനെ സംബന്ധിച്ച് ഉയർന്നു വന്നിട്ടുള്ള പ്രശ്നങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഇ.ഡിയുടെ അന്വേഷണം വന്നു. ഇ.ഡി അന്വേഷണം വന്നു, ഇൻകം ടാക്സ് അന്വേഷണം വന്നു. ഏതാണ്ട് തന്റെ പ്രതിപക്ഷ പദവി ഉപയോഗിച്ചുകൊണ്ട് വി.ഡി. സതീശൻ രക്ഷപ്പെടാൻ നോക്കി. അതിൽ നിന്നൊന്നും രക്ഷപ്പെടാൻ കഴിയുന്നില്ലെന്ന് വന്നപ്പോൾ വി.ഡി. സതീശൻ ഡൽഹിയിൽ പോയി. തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ വലിയൊരു രാഷ്ട്രീയ ചർച്ചയ്ക്കാണ് ഈ വിഷയം വഴിവെച്ചിരിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഒരു പ്രാഥമിക അന്വേഷണത്തിന് വിജിലൻസ് ഉത്തരവിടുന്നതാണ്. വരും ദിവസങ്ങളിൽ വി.ഡി. സതീശൻ ഈ വിഷയത്തിൽ നിരപരാധിയാണോ അതോ ഇതെല്ലാം തന്നെ രാഷ്ട്രീയപരമായ വെറും ആരോപണങ്ങൾ മാത്രമാണോ എന്നറിയാം. ഇനി അതല്ല, വി.ഡി. സതീശൻ നിരപരാധിയാണെങ്കിൽ അദ്ദേഹത്തിന്റെ നിരപരാധിത്വം തിരഞ്ഞെടുപ്പിന് മുൻപായി എത്രയും വേഗം തെളിയിക്കേണ്ടതുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ ദിവസങ്ങളിൽ ഇ.പി. ജയരാജൻ വി.ഡി. സതീശനുമായി നടന്ന വാക്പോരിനെ കുറിച്ചാണ്. രാജീവ് ചന്ദ്രശേഖറുമായി ഇ.പി. ജയരാജന് ബിസിനസ് ബന്ധമുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് ആരോപിച്ചിരുന്നു. ഈ ഒരു വിഷയത്തിൽ കടുത്ത മറുപടി കൊടുത്തുകൊണ്ട് തന്നെ ഇ.പി. ജയരാജൻ രംഗത്ത് വന്നിരുന്നതുമാണ്. ഇത്തരത്തിൽ ഇ.പിക്കെതിരെ ഗൗരവമായ ആരോപണങ്ങൾ ഉന്നയിച്ചപ്പോഴാണ് വി.ഡി. സതീശനെ എതിർത്തുകൊണ്ട് ഈ ഒരു 150 കോടി അഴിമതി ആരോപണവുമായി ഇ.പി. ജയരാജൻ രംഗത്ത് വന്നത്. ഇതിനുശേഷമാണ് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വിജിലൻസ് അന്വേഷണത്തിന് ഹർജി നൽകിയിരിക്കുന്നത്. എന്നാൽ ഇതുവരെയും വി.ഡി. സതീശനോ അല്ലെങ്കിൽ UDF നേതാക്കളോ ഒന്നും തന്നെ ഈ ഒരു വിഷയത്തോട് പ്രതികരിച്ചിട്ടില്ല.